ഇല്ല. പക്ഷെ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. 2016-21 കാലയളവിൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന് 5 വർഷക്കാലം പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അങ്ങയുടെ ഇതേ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് മാതൃഭൂമി ന്യൂസിലെ വാർത്താ അവതാരകൻ അദ്ദേഹം അങ്ങേയറ്റം പരിഹാസ്യമായ ചിരിയോടുകൂടെ കേരള മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയെ കോട്ട് ചെയ്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന ഒരു പാനലിസ്റ്റോട് ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം കോട്ട് ചെയ്ത 2 വാചകങ്ങൾ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, എറണാകുളത്തെ ഉദ്യോഗസ്ഥരുടെയോ മറ്റോ ഒരു യോഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, നമ്മൾ വിവാദങ്ങൾ ഈ നാട്ടിൽ നടക്കും, അതൊരു പതിവാണ്, അതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. എന്നാൽ ജനങ്ങൾക്ക് മുമ്പാകെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഈ പ്രകടന പത്രിക അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ നടപ്പിലാക്കി ആ കാര്യങ്ങളെ വിജയകരമായ വിധം സംവേദനക്ഷമതയോടുകൂടെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ തുടർ ഭരണം ഉറപ്പാണ്. ആ ഉറപ്പാണെന്ന് പറയുന്നതും അദ്ദേഹം ഒരു പൊട്ടിച്ചിരിയോടുകൂടെ പരിഹാസ്യത്തോടുകൂടെ പാനലിസ്റ്റായ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾ പ്രതികരിക്കൂ എന്ന് പറയുകയാണ്. പിന്നീട് നമ്മൾ കണ്ടതെന്താണെന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രസക്തമാകുമെന്ന് ചോദിച്ചാൽ, ഇതേപോലെ 2016 തൊട്ടുമുമ്പ് 2015 കേരളത്തിൽ UDF ഭരണത്തിന്റെ കാലയളവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അങ്ങ് നിർബന്ധമായും ഓർക്കുന്നുണ്ടാകും. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏതാണ്ട് 10,000 കണക്കിന് വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടെ അവിടെ നിന്ന് വിജയിക്കുകയുണ്ടായി. അരുവിക്കര ഇലക്ഷൻ റിസൾട്ട്സ് പുട്ട് CM ഉമ്മൻചാണ്ടി ബാക്ക് ഇൻ ദ ഡ്രൈവേഴ്സ് സീറ്റ്, അതായിരുന്നു ഇന്ത്യൻ എക്സസിന്റെ അന്നത്തെ തലവാചകം. അതായത് മുന്നണിക്കകത്തും പുറത്തും കേരളത്തിലെ അന്നത്തെ കോൺഗ്രസിന്റെ നേതാവായ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ കൂടുതൽ ശക്തനാക്കി തിരികെ പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു എന്നതായിരുന്നു സൃഷ്ടിക്കപ്പെട്ട പൊതുബോധം. പിന്നീട് എന്ത് സംഭവിച്ചു ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിലമ്പൂരിന്റെ ആകാശത്തെ ചൂണ്ടിക്കാട്ടി കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന്റെ തുടർച്ച ഇല്ലാതാകാൻ പോകുന്നു എന്ന് ആരെങ്കിലും വ്യാമോഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജനകീയ കോടതിയിൽ തന്നെ കാണാം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആകാശത്തെ ചൂണ്ടിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഞങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പ്രസംഗിച്ച പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതൃത്വരെ അന്നലങ്കരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പ്രതിപക്ഷ നേതൃത്വരയിൽ പോലുമില്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതൃത്വരയുമായി വന്നവരൊക്കെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും തേരോട്ടത്തെ തകർക്കുമെന്ന് പ്രതിജ്ഞാബദ്ധമായി വന്നവരാണ്. അവരാരും ഇപ്പോൾ പദവികളിൽ പോലുമില്ല എന്നുള്ളതാണ് പ്രത്യേകത.